പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സർക്കാർ പ്ലീഡർ നിയമനത്തിൽ പിന്നോട്ടില്ലെന്നറിയിച്ചതോടെ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത നിലപാടെടുക്കാനാണ് KSUവിന്റെ നീക്കം. പാർട്ടി യോഗങ്ങളിൽ VD സതീശനെതിരെ ഇക്കാര്യങ്ങൾ ഉന്നയിക്കാനാണ് തീരുമാനം. മുതിർന്ന നേതാക്കളുടെ പിന്തുണ തേടാനും ശ്രമിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിഹസിച്ചത് സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയതാവും ചൂണ്ടിക്കാട്ടുക. പ്ലീഡർ നിയമനത്തിലെ അപാകതകൾ നേരിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടും പട്ടികയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് ഇന്നലെ KSU നേതാക്കളെ മുഖ്യമന്ത്രി അറിയിച്ചത്. സമ്മർദ്ദം ചെലുത്തിയിട്ടും സർക്കാർ പിന്നോട്ട് പോകാത്തതിൽ KSU നേതൃത്വത്തിന് അമർഷവുമുണ്ട്. ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. സനിസ ശോഭാചന്ദ്രൻ വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. സനിസ, ഗുഡ് മോർണിംഗ്. അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി പോയത് വലിയ വിവാദമായിരുന്നു. കേരളം ഒന്നാകെ ചർച്ച ചെയ്തു. വാർത്താ മാധ്യമങ്ങൾ അത് സജീവ ചർച്ചയായിട്ട് നിലനിർത്തി. പത്രങ്ങളിൽ പ്രധാന തലക്കെട്ടുകളായി. അതിന് പിന്നാലെ നേതൃത്വമൊക്കെ ഇടപെട്ടു. പല മുതിർന്ന നേതാക്കളും ഇടപെട്ടു. ഒടുവിൽ എന്നാൽ അലോഷ്യസ് സേവ്യറുമായി KSUവുമായിട്ട് കൂടിക്കാഴ്ച ആയേക്കാം എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവർ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ അലോഷ്യസ് സേവ്യർ പറഞ്ഞത്, ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിച്ചു എന്ന കാര്യം വളരെ സന്തോഷത്തോടെ കോൺഫിഡൻ്റ് ആയി വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു അലോഷ്യസ് സേവ്യർ. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ പ്ലീഡർ നിയമനം, അത് സർക്കാർ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പാണ് KSUവിന് കിട്ടുന്നത്. ഇനിയിപ്പോൾ എന്താകും KSUവിൻ്റെ തുടർ നീക്കം? ഒരു തുറന്ന പോരിലേക്ക് അലോഷ്യസ് സേവ്യർ, VD സതീശൻ അല്ലെങ്കിൽ KSU മുഖ്യമന്ത്രി എത്തുകയാണോ സനിസ? ഗുഡ് മോർണിംഗ് സേതു. KSU മുഖ്യമന്ത്രി എന്ന തരത്തിൽ ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു കടുത്ത നിലപാട് മുഖ്യമന്ത്രിക്ക് എതിരെ എടുക്കാൻ തന്നെയായിരിക്കും KSUവിൻ്റെ നീക്കം. കാരണം ഈ തിരുവനന്തപുരം ലോ കോളേജിൽ SFI-കാരിയായിരുന്നു ഈ ജിയോണ ജെയിംസ് എന്ന് പറയുന്ന ഇപ്പോൾ പ്ലീഡർ നിയമനത്തിലേക്ക് എത്തിയിരിക്കുന്ന വ്യക്തി. കൂടാതെ തന്നെ ഇവർ CPIM അഡ്വക്കേറ്റ് ആയിരുന്നവരുടെ ജൂനിയറായി പലപ്പോഴും ഈ KSUവിനെതിരെയുള്ള ഇത്തരം കേസുകളിൽ നിയമപോരാട്ടം നടത്തിയ ഒരാൾ കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നിയമനം, പ്ലീഡർ നിയമനത്തിൽ വലിയ വിയോജിപ്പ് KSU ആദ്യം തന്നെ മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ ഒരു ചർച്ചയ്ക്ക് പോലും മുഖ്യമന്ത്രി തയ്യാറാവാത്ത സാഹചര്യം വലിയ വിവാദമായിരുന്നു. ഞങ്ങളുടെ കുട്ടികളെ തൊട്ടവരോട് പകരം ചോദിക്കുമെന്നടക്കം പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ് UDF. എന്നാൽ ഒരു നിലപാട്, ഒരു വിയോജിപ്പ് KSU അറിയിച്ചപ്പോൾ അവർക്ക് ഈ പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്താണ് കാര്യമെന്ന തരത്തിൽ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന പറയുന്നു. അത് KSUവിന് വലിയ ക്ഷീണമാകുന്നു, വലിയ വിവാദങ്ങൾ വരുന്നു. തുടരെ തന്നെ തേവരയിലെ അലൂമിനി മീറ്റിൽ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ വീണ്ടും വിവാദങ്ങൾ ഒന്നുകൂടി കടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തന്നെ അലോഷ്യസ് സേവ്യറിന് പിന്തുണയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ കോൺഗ്രസിനിടയിൽ തന്നെ അതൃപ്തി പുകയുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ VD KC പക്ഷങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര കലഹം അതൊന്നുകൂടി അതിരൂക്ഷമായി തന്നെ പല പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും ഒക്കെ ഉടലെടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. കൂടാതെ KSUവിന്റെ തിരഞ്ഞെടുപ്പും അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്ലീഡർ നിയമനത്തിൽ മറുത്ത് ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി. ഈ ലോയേഴ്സ് കോൺഗ്രസിൽ ഇപ്പോൾ നിലവിൽ ജിയോണ ജെയിംസ് ഉണ്ട്. കൂടാതെ തന്നെ ഡീൻ കുര്യാക്കോസ് MP ആണ് അവരുടെ പേര് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. അഡ്വക്കേറ്റ് ജനറൽ അടക്കം ഒപ്പുവെച്ച് ഈ നിയമനം മെറിറ്റിന്റെ ബേസിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഒരു അതൃപ്തി ഇതിലുണ്ട്. കൂടാതെ തന്നെ ഇനി വരുന്ന യോഗങ്ങളിൽ, പാർട്ടി യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കടുത്ത അതൃപ്തി അറിയിക്കാൻ തന്നെയാണ് KSUവിന്റെ നീക്കം. കൂടാതെ ഈ ഒരു KSUവിൽ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ KSUവിൽ തന്റെ നീക്കങ്ങൾ വളരെ ശക്തമാക്കാൻ VD പക്ഷവും ഒരുങ്ങുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഇതിനിടയിൽ KC VD തമ്മിലുള്ള ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളും കൂടുതൽ രൂക്ഷമായി തന്നെ നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും VDക്കെതിരെ ഒരു തുറന്ന പടയൊരുക്കത്തിനാണ് അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. ഈ വീണ്ടും ഒരു VD അലോഷ്യസ് സേവ്യർ അതല്ലെങ്കിൽ KSU മുഖ്യമന്ത്രി പോരിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി കാത്തിരുന്നറിയേണ്ടത്.